സംസ്ഥാനത്തെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ വിമർശിച്ചുകൊണ്ട് ദേശീയ സെമിനാർ. സർവകലാശാലകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഗവർണർ സർവകലാശാലകളിൽ ഇടപെടൽ നടത്തുന്നത്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഇന്ന് നടക്കുന്ന ഇത്തരത്തിലുള്ള ചട്ടവിരുദ്ധമായ എല്ലാ നീക്കങ്ങളെയും അടിവരയിട്ടുകൊണ്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയും സെമിനാറിൽ രൂക്ഷമായ വിമർശനമുയർന്നു. ദേശീയ വിദ്യാഭ്യാസ നയം ചരിത്രത്തെ മായ്ച്ചു കളയുന്നതിനു വേണ്ടിയാണ് രൂപീകരിക്കുന്നതെന്ന് സെമിനാറിൽ അഭിപ്രായമുയർന്നു. രാജ്യത്തെ പാഠപുസ്തകങ്ങളിലൂടെ ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നതെന്നും സെമിനാറിൽ ചൂണ്ടിക്കാട്ടി. ഗവർണർമാർ കേന്ദ്രത്തിന്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുകയാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുഷാർ ഗാന്ധി പറഞ്ഞു. I mentioned that now there are two kinds of governor positions. A governor is placed in a state ruled by BJP and its allies as a gift of retirement, where they are told, go enjoy yourself, you don't have to do anything, any work. And then there are governors who are sent out as hitmen with the brief that you are going to an opposition ruled state and make it impossible for the government to function in a democratic manner. So there are two sets of governors that we are seeing in our country. 3 സെക്ഷനുകളിലായി നടന്ന സെമിനാറിൽ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള അധ്യാപകർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി PV ദിവാകരൻ, പ്രസിഡന്റ് TK മീരാബായ് തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.